ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തൊക്കെ കാണണം ജീവിതത്തില്. കുടിക്കമ്മേ. എന്താ നിന്റെ കയ്യില് മഞ്ഞളോ? മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ നീ? എന്റെ തങ്കം, ഇതിനകത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് തന്നെ എല്ലാം മഞ്ഞായിട്ടാ തോന്നുന്നേ. അപ്പൊ പിന്നെ ഇത്രയും ക്ഷീണമുള്ള തങ്കത്തിന്റെ കാര്യം പറയാനുണ്ടോ? പിന്നെ മൈലാഞ്ചിയുടെ കാര്യമാണെങ്കിൽ അത് കൃഷ്ണ നേരത്തെ ഇട്ടിട്ടുണ്ടായല്ലോ, ഓർക്കുന്നില്ല ചേച്ചി? അവര് ഓഫീസിലെ കുട്ടികളെല്ലാം കൂടി പോയി ഇട്ടതാ എന്നാ കൃഷ്ണ പറഞ്ഞേ. മറന്നു, ചിലതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അമ്മ ഇത് കഴിച്ചേ. കുഴപ്പമൊന്നുമില്ല. ഗോപാല, അമ്മയെ രക്ഷിച്ച് അടങ്ങുന്നുള്ള വാശിയിൽ നടന്നതാ എന്റെ മോള്. അവസാനം അവളത് സാധിച്ചു. ഹലോ ഹലോ സുമിത്ര. സിത്താരെ, വിവാഹത്തിന്റെ തീയതിയുടെ കാര്യം പറഞ്ഞപ്പോ ഗാതമോൾ എന്താ പറഞ്ഞത്? അവക്ക് സന്തോഷായി. നമ്മളെല്ലാം വിചാരിച്ചിരുന്ന പോലെ തന്നെയാ അവളുടെ ചിന്തയും. തീയതി വളരെ അടുത്താണല്ലോന്ന്. സിത്താര നാളെ തിരക്കിലായിരിക്കോ? ഇല്ല, ഞാനിനി വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഓഫീസിൽ പോകുന്നുള്ളൂ, വിവാഹം വരെ. നാളെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. വരുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചടങ്ങോ ഉദ്ദേശമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. തറവാട്ടിലെ പരമ്പരാഗതമായ ഒരു ചടങ്ങുണ്ട്. അതനുസരിച്ച് തറവാട്ടിലെ ആഭരണങ്ങളൊക്കെ അണിയിച്ച് ഗാതമോൾക്ക് പുടവ കൈമാറണം. എല്ലായിടത്തും പതിവൊന്നും ഇല്ലാത്തതാ, കളരിക്കലെ ആചാരം മാത്രമാ. എന്നാൽ ആയിക്കോട്ടെ, ഒരു ചടങ്ങ് മാറ്റിവെക്കേണ്ടതാണല്ലോ നമ്മുടെ തീരുമാനം. സിത്താരയുടെ തീരുമാനം അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളും നോക്കാന്നാ നന്ദേട്ടനും അമ്മയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ.